നമസ്കാരം. കേരളത്തിന്റെ പോക്ക് ഇതെങ്ങോട്ട് എന്ന് ഉത്തരമില്ല ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് 2 ദശാബ്ദത്തിലേക്ക് കടക്കുകയാണ്. ഇതിലും ഭീകരമായ കടം കയറി മുടിഞ്ഞ മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിൽ കാണിച്ചു തരാമോ ആരെങ്കിലും? കാരണം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയതും ഒന്നിനും പണമില്ല എന്ന് പറഞ്ഞ പതിവ് പോലെ കേരളത്തിന്റെ ധനമന്ത്രി നിലവിൽ തുടങ്ങിയിട്ടുണ്ട്. 6 മാസമായി സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 20,000 സർക്കാർ ജീവനക്കാർ ഈ മാസം വിരമിക്കുകയും ചെയ്യുന്നു. അവർക്ക് കൊടുക്കാൻ തന്നെ വേണം ഏതാണ്ട് 7,000 കോടി രൂപ. 3 വർഷമായി സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശികയുമാണ്. വലിയ അത്ഭുതം ഒന്നും സംഭവിച്ചില്ല എങ്കിൽ സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പളം മുടങ്ങുന്ന നാളുകളാണ് വരാൻ പോകുന്നത്. അതായത് കേരളം മുഴുപട്ടിണിയിലേക്ക് തുഴഞ്ഞു കയറുന്നു. ഇപ്പോൾ കണ്ടതെല്ലാം അതിന്റെ ട്രെയിലർ മാത്രമാണ്. യഥാർത്ഥ കളി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കുടുംബസമേതം ടൂറിലുമാണ്. ഭരണത്തിലേറുമ്പോൾ ഉണ്ടായിരുന്ന 1.60 ലക്ഷം കോടി രൂപ പൊതുകടം ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയിൽ എത്തിച്ചു തന്നിട്ടുമുണ്ട്. അല്ലെങ്കിലും പുള്ളിക്ക് എന്ത് പ്രശ്നം? ഈ 2 ഭരണം കൊണ്ട് കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്നാൽ കേരളത്തിന്റെ അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ കടം തരൂ കേന്ദ്ര സർക്കാരെ എന്ന് പറഞ്ഞ് സമരം ചെയ്യാനല്ലാതെ ആർക്കും ഒരു പരിഹാരവുമില്ല. കേന്ദ്രം കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി അതും തോറ്റു തുന്നം പാടി. എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക ദുരവസ്ഥയുടെ പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിലനിൽക്കുന്ന സമാന്തര സമ്പദ് വ്യവസ്ഥയാണ്. കേരളത്തിലെ സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഭരണകൂടം അനങ്ങില്ല. CAG റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 28,000 കോടി രൂപയുടെ നികുതി കുടിശ്ശിക കേരള സർക്കാർ പിടിച്ചെടുക്കാനുണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. പ്രവാസികൾ കേരളത്തിലേക്ക് പണം അയക്കുന്നത് കുറയ്ക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വലിയൊരു വട്ടപൂജ്യമാണ്. സമാന്തര സമ്പദ് വ്യവസ്ഥ കിട്ടാനുള്ള നികുതി പിരിക്കാൻ കഴിവില്ലാത്ത ഭരണകൂടം പിന്നെ സംരംഭങ്ങളുമില്ല. അപ്പോൾ പിന്നെ ബാക്കിയാകുന്നത് GST മാത്രമാണ്. GST വന്നതിൽ പിന്നെ രാജ്യത്തിന്റെ നികുതി വരുമാനം ഇരട്ടിയായി ഉയർന്നു. മഹാരാഷ്ട്രയ്ക്കും തമിഴ്നാടിനും ഗുജറാത്തിനും UP-ക്കും മധ്യപ്രദേശിനും കർണാടകയ്ക്കും എല്ലാവർക്കും 15% മുതൽ 26% വരെ GST വളർച്ച നേടിയപ്പോൾ കേരളത്തിൻ്റെത് അത് 10% താഴെ മാത്രമാണ്. അവിടെയും പ്രശ്നം കൃത്യമായി നികുതി പിരിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ വ്യാപകമായ നികുതി വെട്ടിപ്പോവാണ്. സാധനങ്ങൾ വാങ്ങുമ്പോൾ എല്ലാവരും GST ബില്ല് തന്നെ വാങ്ങാൻ തീരുമാനിച്ചാൽ കേരളത്തിന് കുറച്ചു കാലം കഴിയുമ്പോഴെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും. ചെറിയ ലാഭം നോക്കി GST വെട്ടിപ്പിന് കൂട്ടുനിന്നാൽ അത് സംസ്ഥാനത്തിന്റെ വരുമാനത്തെ ബാധിക്കും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. പിണറായി ഭരണം കാരണം തകരാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. അതിന്റെ ദുരിതം അനുഭവിക്കാത്ത ഒരു കുടുംബവും കേരളത്തിൽ കാണില്ല. പക്ഷേ ഭരണം മാറി ആര് വന്നാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. CPM ഭരണത്തിൽ നിന്ന് മാറിയാൽ അക്രമം അഴിച്ചുവിടുമെന്നും നോക്കുകൂലിയും പിടിച്ചുപറിയും വീണ്ടും തുടരും എന്നും അറിയാവുന്നതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊന്നും കേരളത്തിൽ വരില്ല. അതുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കേണ്ട. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് ഏറ്റവും യോജിച്ചതാണ് GST. പക്ഷേ കാര്യക്ഷമമായി നടപ്പാക്കണം എന്ന് മാത്രം. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് വാങ്ങിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും GST ബില്ല് ചോദിച്ചു തന്നെ വാങ്ങണം. ഭാവിയിലെങ്കിലും നമ്മുടെ നാട് രക്ഷപ്പെടട്ടെ. ഭരണം അറിയാവുന്നവർ വന്ന് രക്ഷപ്പെടുത്തട്ടെ. കേരളം ഒരു രാജ്യമായിരുന്നുവെങ്കിൽ അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കൂ. ശ്രീലങ്കയ്ക്കും മേലെ ഭീകരമായ അവസ്ഥയായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുക.